ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിവിടെ ഉള്ളത് ഹിറ ബീച്ചിലാണ്. ഷാർജയിൽ ഹിറ ബീച്ചിൽ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. ടൈം ഇപ്പോൾ ഒരു 5:45 അപ്പം അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നടന്ന് കാണാനുണ്ട് ഇവിടെ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. പറ്റുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് ഒന്നും ആളുകളൊന്നും അധികം ഇവിടെ കാണുന്നില്ല, ചൂടായതുകൊണ്ടാണ് തോന്നുന്നു. ചിലപ്പോൾ രാത്രിയാവും കൂടുതൽ പ്രോഗ്രാംസൊക്കെ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തത് ഈ ഹിറ ബീച്ചിൻ്റെ ബീച്ച് 1 എന്നുള്ള ഏരിയയിലാണ്. അവിടുന്ന് ഈ പ്രോഗ്രാം നടക്കുന്ന ഏരിയയിലോട്ട് ഒരുപാട് നടക്കാനുണ്ട്. ബീച്ച് 2 ഏരിയയിലാണ്. അവിടെ നിങ്ങൾ വണ്ടിയിൽ വരികയാണെങ്കിൽ ബീച്ച് 2 സൈഡിൽ പാർക്ക് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നടക്കാനുണ്ടാവുള്ളൂ. ഹിറ ബീച്ചിൻ്റെ ഒരുപാട് 2 വീഡിയോസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് പോയി കണ്ടോക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. ബാത്റൂമും സൗകര്യമൊക്കെ പക്കയാണ്, പെർഫെക്റ്റാണ്. ഇത്രയും നീറ്റായ ബീച്ച് ഞാൻ ഷാർജയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ബീച്ചാണിത്. അപ്പോൾ നമ്മളിവിടെ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്ന ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. വൈകുന്നേരം 5:30 ആയ കാരണം തന്നെ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഏരിയയിൽ വലിയ ആളുകളില്ല. എനിക്ക് തോന്നുന്നു രാത്രിയാണ് ഇവിടെ നല്ല തിരക്കുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ സൈഡിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് എന്താ പറയുക, ജ്യൂസസ്, പിന്നെ ഈ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടുള്ളത്. അതിനൊക്കെ ഒരു കടയിൽ 5 ദിറംസിന് കണ്ടു. ബാക്കി കടയിലൊക്കെ 10 ദിറംസ്. സ്റ്റേജൊക്കെ ഉണ്ട്. സ്റ്റേജിലൊക്കെ വേണ്ടി വൈകുന്നേരം ആകും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ രാത്രി വന്നു കഴിഞ്ഞാൽ വീഡിയോ ഇത്ര ക്ലിയറിറ്റിയിൽ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പകൽ ഇരുട്ടാവുന്നതിന് മുന്നേ കുട്ടികൾക്കുള്ള കുറേ വർക്ക്ഷോപ്സും കാര്യങ്ങളും പ്ലേ ഏരിയാസും എല്ലാം ഉണ്ട്. വർക്ക്ഷോപ്സിലൊക്കെ എൻട്രി എങ്ങനെയെന്ന് എനിക്കറിയില്ല. നമ്മൾ അതിലൊന്നും കയറാൻ നിന്നിട്ടില്ല. പിന്നെ വേറെ ഈ ഫൺ സോൺ ഏരിയാസൊക്കെ ഉണ്ട്, ഇങ്ങനെ കളിക്കുന്ന ഏരിയാസ്. അവിടെയൊക്കെ കുട്ടികൾക്ക് ഇതുണ്ട്, എന്താ പറയുക, എൻട്രി ഫീസ് ഉണ്ട്. അവിടെ നമുക്ക് ഈ പിന്നെ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഏരിയയിൽ എൻട്രി ചെയ്താൽ തന്നെ അവിടെ സൈഡിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫൺ സോണിൽ 30 ദിറംസ്, ഇന്നതിൽ 20 ദിറംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര മണിക്കൂർ ഇത്ര ദിറംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. അത് പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം. പിന്നെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ മെഡിക്കൽ ടീംസ് ഉണ്ട്. നമ്മുടെ പിന്നെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതും ബ്ലഡ് പ്രഷർ, ഷുഗർ ചെക്ക് ചെയ്യുന്നതും, അങ്ങനെ കുട്ടികൾക്കായിട്ടുള്ള, അതായത് ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങളും, പിന്നെ അവർക്ക് ലൈവായിട്ട് അവർ ഗെയിംസ് നടത്തുന്നുണ്ട്. സ്റ്റേജിൽ വിളിച്ച് ഗെയിംസൊക്കെ നടത്തുന്നുണ്ട്. ആ ഗെയിംസിൽ വിൻ ചെയ്യുന്നവർക്ക് അവർ അപ്പോൾ തന്നെ അവിടെ വെച്ചിട്ട് തന്നെ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ വേറൊരു സംഭവം കണ്ടത്, നമ്മുടെ അവിടെ വന്നിട്ട് അവർ നമ്മുടെ ഫോട്ടോ എടുക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോസിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ ഇത് അന്നത്തെ ബെസ്റ്റ് പോസുള്ള ചെയ്ത ആളുകൾക്ക് രാത്രി 9 മണിക്കൂടെ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പോസ് നിന്ന് കൊടുത്തു. പക്ഷേ രാത്രി 9 മണി വരെ നിന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ട്. ഞങ്ങളൊരു 5:15 എത്തിയതല്ലേ. അവിടെ കണ്ടില്ലേ വർക്ക്ഷോപ്സിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള കാരണം തന്നെ നമ്മൾ അധികം നേരം അവിടെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. എന്നാലും അത്യാവശ്യം എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു നൈറ്റിൽ കുറച്ചുകൂടി ചൂട് കുറയും. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ നല്ലോണം തിരക്കുണ്ടാവും. അപ്പോൾ എന്തായാലും വലിയ തിരക്കാകുമ്പോൾ എനിക്ക് അത്ര എൻജോയ് ചെയ്യാൻ വലിയ ഇഷ്ടമല്ല. എനിക്ക് ചെറിയ തിരക്കൊക്കെ ആണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ എൻട്രി ആണ്. അതാണ് മെയിൻ എൻ്റെ ഒരു കാര്യം, ഫ്രീ എൻട്രി ആണ് അവിടെ. അപ്പോൾ എന്തായാലും ഈവനിങ് നിങ്ങൾ പിന്നെ ഒരു ദിവസം ഷാർജ ഹിറ ബീച്ചിൽ പോയി നോക്കൂ, എൻജോയ് ചെയ്യൂ. ബീച്ച് നമ്പർ 2 ഈ പ്രോഗ്രാംസ് നടക്കുന്നത്. പിന്നെ അവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് പാർക്കിംഗ് ആണ്. അപ്പോൾ പെയ്ഡ് പാർക്കിംഗ് ഇല്ലാത്ത ഏതെങ്കിലും ഏരിയയിൽ പോയിട്ട് നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.